നമസ്കാരം. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റത്തിനെതിരെ എപ്പോഴും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഇക്കുറി രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡൻ്റായി എത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്നതിനുള്ള വിവിധ നിയമ സംവിധാനങ്ങളാണ് കർശനമായി നടപ്പിലാക്കാൻ ഉത്തരവിട്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അനധികൃത കുടിയേറ്റക്കാരെ പല സ്ഥലങ്ങളിലും ഓടിച്ചിട്ട് പിടികൂടി പോലീസ് അവരുടെ ജന്മനാട്ടിലേക്ക് അയക്കുന്നതിൻ്റെയും കയ്യിലും കാലും ചങ്ങലക്കിട്ട് എയർഫോഴ്സ് വിമാനത്തിൽ കയറ്റിവിടുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ഇതിൻ്റെ പേരിൽ ഒരുപാട് പഴി ഡൊണാൾഡ് ട്രംപ് കേൾക്കുകയും ചെയ്തിരുന്നു എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും നിയമം കർശനമാക്കാനാണ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞ ദിവസം അമേരിക്കൻ സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് രാജ്യത്തെ പൗരന്മാരല്ലാത്ത വ്യക്തികളുടെ മുഖം തിരിച്ചറിയൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം, മുഖം തിരിച്ചറിയൽ സംവിധാനം കൂടുതൽ വ്യാപകമാക്കാൻ അമേരിക്കയിലെ സർക്കാർ ഏജൻസികൾക്ക് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം പ്രത്യേക അനുമതി നൽകിയിരിക്കുകയാണ്. യാത്രാവേളയിലോ അല്ലാത്ത സമയത്തോ ഒക്കെ തന്നെ വിദേശികളായ ആ രാജ്യത്തെ പൗരത്വമില്ലാത്ത ഏതൊരു വ്യക്തിയെയും അവരെ സമീപിച്ച് ഫോട്ടോ എടുക്കുന്നതിനും അതുവഴി സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ തിരിച്ചറിയുന്നതിനുമുള്ള അധികാരം ഇപ്പോൾ ഈ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് അമേരിക്കൻ സർക്കാർ കഴിഞ്ഞ ദിവസം പാസ്സാക്കിയ ഒരു ബില്ലിലൂടെ നൽകിയിരിക്കുകയാണ്. ഇതനുസരിച്ച് 14 വയസ്സിന് മുകളിലുള്ളതും 78 വയസ്സിന് താഴെയുള്ളതുമായ ഏതൊരു വ്യക്തിയെയും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ തടഞ്ഞു നിർത്തി അവരുടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പൗരൻ തന്നെയാണോ പൗരത്വം കഴിഞ്ഞവരാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സർക്കാർ നടത്തിയ ചില പഠന റിപ്പോർട്ടുകളനുസരിച്ച് ഇപ്പോഴും 40% അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ തന്നെ ഉണ്ട് എന്നാണ്. പക്ഷേ ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവർ പല സ്ഥലങ്ങളിലും രഹസ്യമായി ജീവിക്കുന്നുണ്ട്. ഇവർ എങ്ങും പേര് രജിസ്റ്റർ ചെയ്യുകയോ മറ്റു ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല. അതിനാണ് ഇപ്പോൾ ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ എന്നുള്ള ഈ ഏറ്റവും പുതിയ സംവിധാനം വ്യാപകമാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അമേരിക്കയിലെ വിമാനത്താവളങ്ങളിലൊക്കെ ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പിന്നീട് പല മനുഷ്യാവകാശ സംഘടനകളും ഉയർത്തിയത്. കറുത്ത വർഗ്ഗക്കാർ, മതന്യൂനപക്ഷങ്ങൾ തുടങ്ങിയ നിരവധി പേരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം ചൂണ്ടിക്കാട്ടുന്നത് എന്നും ഇതിൻ്റെ പേരിൽ പലരും ജയിലിലായിട്ടുണ്ട് എന്നുമൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈയിടെ ഒരു ഇന്ത്യൻ പൗരൻ തന്നെ പഞ്ചാബിൽ നിന്നുള്ള ഒരു വ്യക്തി അമേരിക്കയിലെ ജയിലിൽ ഇപ്പോഴും കഴിയുകയാണ്. ഇയാൾ നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ വേളയിൽ, അതായത് ഗ്രീൻ കാർഡുള്ള വ്യക്തി തന്നെയാണ്, ഇയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ തന്നെ അവിടെ പൗരത്വമുള്ളതുമാണ്. നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ വേളയിൽ വിമാനത്താവളത്തിൽ വെച്ച് നടത്തിയ ഈ ഒരു പരിശോധനയിൽ 30 വർഷത്തോളം മുമ്പ് ഇയാൾ ചെയ്ത ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഇയാൾ കുറ്റക്കാരനായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുകയും അതിൻ്റെ പേരിൽ ഇയാളെ തടവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് തന്നെ ഇയാൾ ചെയ്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഈ പഞ്ചാബ് സ്വദേശി. എന്നിട്ടും ഇപ്പോഴും ഇയാൾ ജയിലിൽ കഴിയുകയാണ്. മാരകമായ രോഗങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ നിരന്തരമായി ഇപ്പോൾ അമേരിക്കൻ അധികൃതരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അനധികൃത കുടിയേറ്റക്കാരാണ് ഈ പ്രശ്നം മുഴുവൻ രാജ്യത്ത് ഉണ്ടാക്കുന്നത് എന്നും ഇവരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നും ഇവരെ എത്രയും വേഗം ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കും എന്നുമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ ഇത്രയും വിപുലമായ തോതിലുള്ള ഒരു അധികാരം നൽകിയിരിക്കുന്നത്. അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്ത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലത്ത് ഒരു വ്യക്തിയെ വഴിയിൽ പിടിച്ചു നിർത്തിയാളെ ഫേഷ്യൽ റെക്കഗ്നിഷൻ നടത്തുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്ര അനുവദനീയമായ കാര്യമല്ല. എങ്കിൽ പോലും ഇനി മുതൽ ഇതിന് കസ്റ്റംസ് ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ഇമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം തന്നെ ഇതിനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്. ശരിക്കും ഇതിലൂടെ വലിയൊരു നിയമ പരിരക്ഷയാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. അമേരിക്ക പോലെ രാജ്യത്ത് നമുക്കറിയാം കറുത്ത വർഗ്ഗക്കാർക്ക് നേരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഒക്കെ അവിടെ പലപ്പോഴും അക്രമ സംഭവങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ഈ പുതിയ സംവിധാനം ദുരുപയോഗം ചെയ്യുമോ എന്നാണ് ഇപ്പോഴും പലരും സംശയം പ്രകടിപ്പിക്കുന്നത്. അടുത്ത 3 മുതൽ 5 വർഷത്തിനുള്ളിൽ എല്ലാ വിമാനത്താവളങ്ങളിലും ഈ എൻട്രി എക്സിറ്റും ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ്റെ അടിസ്ഥാനത്തിലാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് പരിശോധിക്കേണ്ടതില്ല. നമ്മൾ വിമാനത്താവളത്തിലേക്ക് കടന്നു വരികയും പുറത്തു പോവുകയോ ചെയ്യുന്ന സമയത്ത് ആ സംവിധാനം തന്നെ ഇയാൾ അനധികൃത താമസക്കാരനാണ് എന്ന് കൃത്യമായി ഇൻഫർമേഷൻ നൽകുകയും അതനുസരിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യാനുമുള്ള സംവിധാനം ഏതായാലും 3 മുതൽ 5 വർഷം വരെ എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്ക പോലുള്ള ഒരു വികസിത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയും വേഗം തന്നെ ഇത് നടപ്പിൽ വരുത്താനും കഴിയും എന്നാണ് ഇപ്പോൾ കരുതുന്നത്.